ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ എഫേസോസ് 4-ാം അധ്യായത്തിൽ നിന്നുള്ള വീഡിയോയാണ്. 2 വീഡിയോ കൂടിയാകുമ്പോൾ 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളും വീഡിയോ ചെയ്ത് കഴിയുകയാണ്. അതേ തുടർന്ന് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ, പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ, 2025 ലോഗോസിന് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ വിശദീകരണം ഉൾപ്പെടുത്തിയ വീഡിയോകൾ എന്നിവ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അയക്കേണ്ടതാണ്. 35ഓളം മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനിയും 65 മോക്ക് ടെസ്റ്റുകൾ കൂടിയുണ്ട്. ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം മുതലുള്ള മുഴുവൻ മോക്ക് ടെസ്റ്റുകളും അയച്ചു തരുന്നതായിരിക്കും. ലോഗോസ് ക്യൂസ് പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരളത്തിനുള്ളിൽ ഒരു പുസ്തകത്തിന് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 250 രൂപയും കേരളത്തിന് പുറത്ത് 300 രൂപയുമാണ്. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നു. 6 പുസ്തകം നൽകുന്നു. അതിന് 1000 രൂപയാണ്. 5 പുസ്തകം മതി എന്നുള്ളവർക്ക് 900 രൂപയ്ക്ക് 5 പുസ്തകം അയച്ചു തരുന്നതായിരിക്കും ഒന്നിച്ചു വാങ്ങുന്നവർക്ക്. ഒന്നാമത്തെ ചോദ്യം, എഫേസോസ് 4-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 32 വാക്യങ്ങൾ. 2, എഫേസോസ് 4-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ഐക്യത്തിന് ആഹ്വാനം. 3, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്നത് ആര്? പൗലോസ്. 4, പൗലോസ് ആർക്കു വേണ്ടിയാണ് തടവുകാരനായി തീർന്നിരിക്കുന്നത്? കർത്താവിനു വേണ്ടി. 5, 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് എഫേസോസുകാരോട് അപേക്ഷിക്കുന്നത് എന്ത്? നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. 6, നിങ്ങൾക്ക് ലഭിച്ച എന്തിന് യോഗ്യമായ ജീവിതം നയിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? വിളിക്ക്. 7, നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ എങ്ങനെ വർത്തിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. 8, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ എന്ത് ചെയ്യുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. 9, സമാധാനത്തിന്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? ആത്മാവിന്റെ ഐക്യം. 10, സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ എന്തു ചെയ്യുവിൻ എന്നാണ് പറയുന്നത്? ജാഗരൂകരായിരിക്കുവിൻ. 11, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഉള്ളതെന്ത്? ഒരു ശരീരവും ഒരു ആത്മാവും. 12, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണ് ഉള്ളത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്ത്? ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. 13, നമ്മുടെയെല്ലാം പിതാവായ ഒരുവൻ മാത്രമായ ദൈവം എങ്ങനെ ഉള്ളവനാണ്? സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും. 14, ഒരുവൻ മാത്രം എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ പിതാവുമായ ദൈവം. 15, എഫേസോസ് 4-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് കൃപാവരങ്ങളുടെ വൈവിധ്യം. 16, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ത്? കൃപ. 17, നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി. 18, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ പറഞ്ഞിരിക്കുന്നത് എന്ത്? അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. 19, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. ആര്? ക്രിസ്തു. 20,
ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? അസംഖ്യം തടവുകാരെ. 21 ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ദാനങ്ങൾ നൽകിയത് ആർക്ക്? മനുഷ്യർക്ക്. 22 ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് നൽകിയതെന്ത്? ദാനങ്ങൾ. 23 എഫേസോസ് 4:9 ചോദിക്കുന്ന 2 ചോദ്യങ്ങളേവ? 1 അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? 2 അവൻ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ? 24 ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്ത്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. 25 അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നുകൂടി അർത്ഥമുള്ളത് എന്തിന്? അവൻ ആരോഹണം ചെയ്തു എന്നതിന്. 26 അവൻ എന്തിൻ്റെ അധോഭാഗങ്ങളിലേക്കാണ് ഇറങ്ങിയത്? ഭൂമിയുടെ. 27 അവൻ ഭൂമിയുടെ എവിടേക്കാണ് ഇറങ്ങിയത്? അധോഭാഗങ്ങളിലേക്ക്. 28 എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തതാര്? ക്രിസ്തു. 29 എന്തിനെ പൂരിതമാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത്? എല്ലാ വസ്തുക്കളെയും. 30 എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ ക്രിസ്തു ചെയ്തതെന്ത്? എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തു. 31 എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവൻ നൽകിയ വരങ്ങൾ എന്തെല്ലാം? ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ. 32 ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകിയതാര്? എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവൻ, അതായത് ക്രിസ്തു. 33 ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകിയത് എന്തിനു വേണ്ടി? വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി. 34 വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി നൽകിയതെന്ത്? ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം. 35 വിശുദ്ധരെ എന്താക്കാനാണ് ക്രിസ്തു വരം നൽകിയത്? പരിപൂർണരാക്കാൻ. 36 എന്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകിയത്? ശുശ്രൂഷയുടെ ജോലി. 37 എന്തിനെ പണിതുയർത്തുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകിയത്? ക്രിസ്തുവിന്റെ ശരീരത്തെ. 38 എഫേസോസ് 4:13 പ്രകാരം എന്തിന്റെ ഐക്യത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്? വിശ്വാസത്തിന്റെ. 39 ആരെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് പൗലോസ് തുടർന്നു പറയുന്നത്? ദൈവപുത്രനെ കുറിച്ചുള്ള. 40 ദൈവപുത്രനെ കുറിച്ചുള്ള എന്തിൽ എല്ലാവരും എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണ ജ്ഞാനത്തിൽ. 41 എന്തിന്റെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ. 42 തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്നത് എന്ത്? വക്രതയാർന്ന ഉപദേശങ്ങൾ. 43 മനുഷ്യർ കൗശലപൂർവം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് എന്തിന്? തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ. 44 തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആരാകരുതെന്നാണ് പൗലോസ്ലീഹ മുന്നറിയിപ്പ് നൽകുന്നത്? ശിശുക്കൾ. 45 തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും എന്തു ചെയ്യപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് എന്നാണ് പറയുന്നത്?
തൂത്തെറിയപ്പെടുകയും. 46 ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് എങ്ങനെ? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. 47 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ആരിലേക്കാണ് നാം വളരേണ്ടിയിരിക്കുന്നത്? ശിരസായ ക്രിസ്തുവിലേക്ക്. 48 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു? വളരേണ്ടിയിരിക്കുന്നു. 49 ക്രിസ്തു വഴി ശരീരം മുഴുവൻ അതതിന്റെ ജോലി നിർവഹിക്കപ്പെടത്തക്ക വിധം സമന്വയിക്കപ്പെടേണ്ടത് എങ്ങനെ? ഓരോ സന്ധിബന്ധവും. 50 ആരു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കപ്പെടത്തക്ക വിധം സമന്വയിക്കപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു വഴി. 51 ക്രിസ്തു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് എന്തൊക്കെ ചെയ്യുന്നു? വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. 52 എഫേസോസ് 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തലക്കെട്ട് ക്രിസ്തുവിൽ നവജീവിതം. 53 കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്ന ഞാൻ, നിങ്ങൾ എന്നിവർ ആരെല്ലാം? ഞാൻ പൗലോസ്, നിങ്ങൾ എഫേസോസുകാർ. 54 വ്യർത്ഥ ചിന്തകളിൽ കഴിയുന്നവർ ആരെന്നാണ് പൗലോസ് പറയുന്നത്? വിജാതീയർ. 55 വിജാതീയർ ആരെന്നാണ് പൗലോസ് പറയുന്നത്? വ്യർത്ഥ ചിന്തയിൽ കഴിയുന്നവർ. 56 ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എവിടെ നിന്നാണ് അകറ്റപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ജീവനിൽ നിന്ന്. 57 എന്തു നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു? ഹൃദയ കാഠിന്യം നിമിത്തം. 58 വിജാതിയർ മനസ്സു മരവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിന്? ഭോഗാസക്തിക്ക്. 59 വിജാതിയർ തങ്ങളെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ചത് എന്തുകൊണ്ട്? മനസ്സു മരവിച്ചുകൊണ്ട്. 60 വിജാതിയർ മനസ്സു മരവിച്ച് തങ്ങളെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ച് എല്ലാത്തരം അശുദ്ധികളിലും മുഴുകിയത് എങ്ങനെ? ആവേശത്തോടെ. 61 വിജാതിയർ മനസ്സു മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ആരിൽ നിന്ന് പഠിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? ക്രിസ്തുവിൽ നിന്ന്. 62 സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത് ആര്? യേശു. 63 യേശു എന്താണ് തന്നിലായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത്? സത്യം. 64 നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട എങ്ങനെയുള്ള പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യനെ. 65 നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ആരെ ദൂരെ എറിയുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? പഴയ മനുഷ്യനെ. 66 എഫേസോസ് 4:23 പ്രകാരം നിങ്ങൾ എങ്ങനെ നവീകരിക്കപ്പെടട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? മനസ്സിന്റെ ചൈതന്യത്തിൽ. 67 ആരുടെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തിന്റെ. 68 എഫേസോസ് 4-ാം അധ്യായം 4-ാമത്തെ തലക്കെട്ട് വർജിക്കേണ്ട തിന്മകൾ. 69 എന്തു വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, വ്യാജം വെടിഞ്ഞ്. 70 വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സംസാരിക്കേണ്ടത് എങ്ങനെ? സത്യം. 71 വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ്. 72 എഫേസോസ് 4:26 പ്രകാരം കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പാപം. 73 എന്താകാം, എന്നാൽ പാപം ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? കോപിക്കാം. 74 സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്നത് എന്ത്? നിങ്ങളുടെ കോപം. 75 ആർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്? സാത്താന്. 76 സാത്താന് നിങ്ങൾ എന്ത് കൊടുക്കരുതെന്നാണ് പൗലോസ് പറയുന്നത്? അവസരം. 77 ആരാണ് ഇനിമേൽ മോഷ്ടിക്കരുതെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? മോഷ്ടാവ്. 78 മോഷ്ടാവ് ഇനിമേൽ എന്തു ചെയ്യരുത് എന്നാണ് പറയുന്നത്? മോഷ്ടിക്കരുത്.
79 ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യേണ്ടതാര്? മോഷ്ടാവ്. 80 ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കാൻ മോഷ്ടാവ് മാന്യമായി ജോലി ചെയ്യേണ്ടത് എങ്ങനെ? സ്വന്തം കൈകൾ കൊണ്ട്. 81 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്തിന്റെ വാക്ക് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? തിന്മയുടെ. 82 എവിടെ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന്. 83 കേൾവിക്കാർക്ക് എന്തു പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുക എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ ചൈതന്യം. 84 ആർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? കേൾവിക്കാർക്ക്. 85 കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ എപ്പോൾ സംസാരിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? സന്ദർഭമനുസരിച്ച്. 86 എന്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്നാണ് പൗലോസ് പറയുന്നത്? രക്ഷയുടെ ദിനത്തിനു വേണ്ടി. 87 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ആരെ വേദനിപ്പിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ. 88 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയതാര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 89 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രിതരാക്കിയത് എന്തിനു വേണ്ടി? രക്ഷയുടെ ദിനത്തിനു വേണ്ടി. 90 എഫേസോസ് 4:31 പ്രകാരം ആഹ്വാനം ചെയ്യുന്നത് എന്തെല്ലാം ഉപേക്ഷിക്കുവിൻ എന്നാണ്? സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ. 91 സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും ഉപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്നാണ് പൗലോസ് പറയുന്നത്? എല്ലാ തിന്മകളോടും കൂടെ. 92 ദൈവം ആരു വഴിയാണ് നമ്മോട് ക്ഷമിച്ചത്? ക്രിസ്തു വഴി. 93 ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതാര്? ദൈവം. 94 ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ഹൃദയാർദ്രതയോടെ പെരുമാറേണ്ടത് എങ്ങനെ? പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും. 95 ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഹൃദയാർദ്രതയോടെ. ഇങ്ങനെ 95 ചോദ്യങ്ങളാണ് എഫേസോസ് 4-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. 5, 6 2 അധ്യായങ്ങൾ കൂടെയാണ് നമുക്കിനി വീഡിയോ ചെയ്യാനുള്ളത്. എത്രയും നന്നായി വചനം പഠിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.